പ്രിയങ്കരനായ നായകൻ, കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, എന്റെ പ്രിയങ്കരനായ കൊച്ചനുജൻ ശ്രീ വി ഡി സതീശൻ, വേദിയിലെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ യാത്രയ്ക്ക് ഹരിപ്പാടിന്റെ മണ്ണിൽ വീരോചിതമായ ആവേശനിർഭരമായ സ്വാഗതം നൽകിയ ഇവിടുത്തെ UDF പ്രവർത്തകന്മാരെ, കോൺഗ്രസ് പ്രവർത്തകരെ ഹാർദവമായി അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇന്നലെ രാത്രി നമുക്കൊരു കാളരാത്രിയായിരുന്നു. നമ്മൾ വെച്ച മുഴുവൻ ബോർഡുകളും ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് കൊടിതോരണങ്ങളും തകർത്ത് ഈ ജാഥയുടെ സ്വീകരണ പരിപാടി അലങ്കോലപ്പെടുത്താൻ CPMന്റെ എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ശ്രമിച്ചു. പക്ഷേ രാത്രി മുഴുവൻ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർ ധീരമായി അതിനെ നേരിട്ടുകൊണ്ട് നടത്തിയ ഉത്സാഹപരമായ പ്രവർത്തനങ്ങൾക്ക്, രാത്രി മുഴുവൻ ഉറങ്ങാതെ അവർ നൽകിയ പ്രവർത്തനങ്ങൾക്ക് അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ നാട്ടിൽ ഐക്യജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസ് പാർട്ടിയെയും വെല്ലുവിളിക്കാൻ ഒരു ശക്തിക്കും ഹരിപ്പാട് സാധ്യമല്ല എന്ന് തെളിയിക്കുന്ന കഠിനാധ്വാനമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ. ഈ യാത്രയുടെ മുന്നോടിയായി 2 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ 4 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന പദയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ബൈക്ക് റാലിയും, അതിനുശേഷം മഹിളാ കോൺഗ്രസിന്റെ ബൈക്ക് റാലി, അങ്ങനെ ഓരോ പോഷക സംഘടന, KSUവിന്റെ പ്രത്യേക റാലി എല്ലാം ഈ യാത്രയുടെ മുന്നോടിയായി വിളംബര ജാഥയായി നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇവിടെ നടത്തുകയുണ്ടായി. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യാത്ര തിരുവനന്തപുരത്തെത്തി നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. കേരളത്തിലെ UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. 10 വർഷത്തെ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കണം. നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 4 തവണ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, 4 തവണ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളത്തിന് കരം വർദ്ധിപ്പിച്ചു, കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ കോർട്ട് ഫീ വർദ്ധിപ്പിച്ചു, ഭൂമി ഇടപാടുകൾക്ക് ഉള്ള കരം 2 തവണ വർദ്ധിപ്പിച്ചു. ജനങ്ങളെ പിഴിഞ്ഞ് ഞെക്കി പിഴിയുന്ന ഒരു ഗവൺമെന്റാണിത്. ഇന്ന് കേരളം മുഴുവൻ പരസ്യ ബോർഡുകളാണ്. ഈ പരസ്യ ബോർഡുകൾ എങ്ങനെ വന്നു? നമ്മുടെ പണമാണ്. നമ്മുടെ 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 2 രൂപ കിഫ്ബിയിലേക്ക് പോകും. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യം മുഴുവൻ പിണറായി വിജയന്റെ ബോർഡ് വെച്ചുകൊണ്ടുള്ള പരസ്യം കാണുന്നു. ഏതായാലും പിണറായിയുടെ ഫോട്ടോ ഉള്ളത് കൊണ്ട് നമ്മൾ പേടിക്കേണ്ട. മുഖം കണ്ടാൽ ആരും തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. കേരള ജനതയെ വഞ്ചിക്കുന്ന അരാജകത്വത്തിന്റെ പ്രതീകമായ ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഒരു പുതിയ കേരളത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ യാത്ര. ഒരു നാടിന്റെ മാറ്റത്തിന് വേണ്ടിയുള്ള യാത്രയാണിത്. ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എന്റെ പ്രിയങ്കരനായ സഹോദരനും സഹപ്രവർത്തകനുമായ വി ഡി സതീശനും ജാഥാംഗങ്ങൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, ഹരിപ്പാടിന്റെ ചരിത്രം ഐക്യജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന ചരിത്രമാണ്. ആ ചരിത്രം വീണ്ടും നമ്മൾ ആവർത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.